ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്ന പരിപാടിയാണ്. വീടിൻ്റെ പുറകുവശത്ത് നോക്കിയപ്പോൾ ഒരു വലിയ മടൽ കിട്ടി. അപ്പോൾ ഇന്നത്തെ വെള്ളം തിളപ്പിക്കാൻ ഇത് ധാരാളമാണ്. പിന്നെ ഞാൻ നേരെ തീയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം മുറ്റം അടിക്കാനാണേ പോകുന്നത്. ഇഷ്ടംപോലെ ചപ്പും ചവറും കരിയിലയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ അടിക്കുന്നതാണ്, പക്ഷേ നിറച്ചുണ്ടാവാറുണ്ട്. രാവിലെ ചീരത്തോരനായിരുന്നേ, പക്ഷേ ഈ ഒരു ചീര നുള്ളാൻ അമ്മ മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനതാ കാന്താരിയിൽ നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ മുടക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട് ചീത്തയൊക്കെ പറഞ്ഞോണ്ടേ. ഉമ്മറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബോഗൺവില്ലകളുടെ ഒരു വസന്തകാലമാണെന്ന് വേണേൽ പറയാം. ഈ ഒരു ബോഗൺവില്ല കാണാൻ നല്ല രസമുണ്ടോ, അതിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു വെള്ള പൂവൊക്കെ ആയിട്ട്. എന്നാൽ എല്ലാ ബോഗൺവില്ലയ്ക്കും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ ചെടിയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അതാ ഈ ജമന്തിയിൽ നിറച്ച് ചാഴി വന്നിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ എങ്ങനെയാണ് കളയാന്നൊന്നും എനിക്കറിയത്തില്ല. പണ്ട് അമ്മ ചീരയിലൊക്കെ ചാഴി വരുമ്പോൾ ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്തു, പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഉമ്മറഭാഗം അടിച്ചു വരുന്നത്. പിന്നെ ഞാൻ ഈ പോണത് മോട്ടർ ഇടാൻ വേണ്ടിയിട്ടാണ്. മോട്ടർ ഇട്ടിട്ട് വേണം വീട്ടിലേക്കുള്ള വെള്ളം പിടിക്കാനും തുണി അലക്കാനും തിരുമ്പാനും എല്ലാം. അപ്പോൾ അതങ്ങ് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെയുള്ള എല്ലാ പണിയും തീരും. അപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് പോയേ. കുറച്ച് മുകളിലേക്ക് കയറി പോകണം കേട്ടോ. അവിടെയാണ് ടാങ്ക് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിതൊക്കെ കയറി ഇപ്പോൾ ശീലമായിട്ടുണ്ട്.